നമുക്ക് ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ സവാള അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കനിക്ക് മസാല വരട്ടണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പൊടികളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് ഇടുക, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 hour ഒക്കെ മാറ്റി വെക്കണം. ഞങ്ങൾ നേരെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അല്ലേ, അത് കുറച്ചെടുത്ത് വറക്കണേ. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ആ സംഭവങ്ങളൊക്കെ എടുത്ത് വറക്കണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിക്കൻ്റെ ഇതിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, പച്ചമുളക്, ഇഞ്ചി, സവോളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് ഓരോന്നായിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരുമല്ലോ, ആ ടൈമിൽ നമ്മുടെ വേറൊരു പരിവായിട്ടുണ്ടായിരിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. ഇത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറിൻ്റെ കാര്യം കൂടി നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രാമ്പൂ, പട്ട ഇടുന്നുണ്ട്. ചെറുനാരങ്ങ നീരും സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടില്ലേ സവോള, അതൊക്കെ ഇതിലിടണേ. പിന്നെ നമ്മൾ എത്രയാണോ, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്കുള്ള അരിയാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. ലാസ്റ്റ് നമ്മുടെ ചോറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ അവിടെ ആയിട്ടുണ്ടല്ലോ, ആ ഇതിലേക്ക് നമ്മുടെ ഈ ചോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പരിവാവും കേട്ടോ. ഇങ്ങനെ എല്ലാ ബിരിയാണി ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, സാധനം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.